ഹലോ, ഞാനിന്നൊരു ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. ഇവിടെ ഞാൻ ഇതുവരെ ബീഫ് കറി വെച്ചിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് ബീഫ് കറി വെക്കാൻ പോണത്. അതുകൊണ്ട് എങ്ങനെ ഏതാ വെക്കേണ്ടതൊന്നും കറക്റ്റായി അറിയൊന്നുമില്ല. എങ്കിലും ഞാൻ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൽ കുറച്ച് മീറ്റ് മസാല, ഒരു നുള്ളു മുളക് പൊടി, നുള്ളു പറഞ്ഞാൽ ഒരു അര ടീസ്പൂണൊക്കെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചതാണത്. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സിയിൽ ചേർത്തിരിക്കുന്നത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി, ഇത്രയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുത്തില്ല, ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, കറുവപ്പട്ടേനല്ലേ ആ സാധനം, കറുവപ്പട്ട, ഗ്രാമ്പൂ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞു. പിന്നെ ഇതിൽ കുറവുള്ളത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെരുംജീരകവും തക്കാളിയും കുറവുണ്ട് കേട്ടോ. അത് ഇവിടെ ഇല്ല, അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ ഉള്ളിയും പച്ചമുളകും കൂടി ആദ്യം കറുവപ്പട്ടയും ഗ്രാമ്പും കൂടി ഒന്ന് വെറുതെ ചൂടാക്കി, എന്നിട്ട് അതിലേക്ക് ഉള്ളിയും പിന്നെ പച്ചമുളകല്ലേ അരിഞ്ഞത് അതും കൂടിയും ചേർത്തിട്ട് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് വഴന്ന ശേഷം പിന്നെ ഞാൻ ബീഫ് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം പൊടികളും ഇട്ട് സെറ്റാക്കി വെച്ചതാണല്ലോ, അപ്പോൾ അത് ചേർത്തി കൊടുത്തു. പിന്നെ നേരത്തെ ചതച്ച് വെച്ച് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, ആ ഒരു സാധനം കൂടിയും ചേർത്തി കൊടുത്തു. അപ്പോൾ അടിയിൽ വെള്ളം നോക്കിയപ്പോൾ പോരാന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പൊന്ന് മൂടി വെച്ചു. ഇനിയൊരു എത്ര വിസിൽ വരാം, ഒരു 3-4 വിസിൽ വരട്ടെ. ഇതിന് വേവ് എത്ര വേണ്ടി വരുമെന്നും അറിയില്ല, ആദ്യമായിട്ടൊക്കെ വെക്കാൻ പോവല്ലേ. അങ്ങനെ വിസിലൊക്കെ വന്ന് തുറന്ന് നോക്കിയപ്പോൾ സംഭവം സെറ്റാണ്. ഒരു അല്പം വെള്ളം കൂടിയിട്ടുണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, ശരി എന്തായാലും സെറ്റല്ലേ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, ഇനി വറവ് ഇട്ട് നോക്കാം. അതിൽ ഉള്ളി വറവ് ഇടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ശരി കടുകൊന്നും ഇട്ടില്ല, ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഒന്നിങ്ങനെ ചെറിയ ഉള്ളി ഇട്ടാ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും വെള്ളം ഇതിൽ കൂടുതലാണ്. അപ്പോൾ ഇത് ബീഫായതും കൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ നിൽക്കും. ചിക്കനെ പോലെ ഇങ്ങനെ വരണ്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളി വയറ്റിയെ കൂടി ചേർത്തി കൊടുക്കുകയാണ്. ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങി ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ കുറുക്ക് കിട്ടുന്നുമുണ്ട്. ടേസ്റ്റ് നോക്കിയാൽ എനിക്ക് വയറ് വേദനിക്കും. അപ്പോൾ കാഴ്ചയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നാൽ പിന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാമേ. ടാറ്റാ.